സാറേ, ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഒരു മലയാളി വനിതയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അതായത് ചാൾസ് രാജകുമാരൻ്റെ ഒരു സഹായിയായിട്ട് കാസർഗോഡ് തളങ്കരക്കാരി വരുന്നു. അതെ, എന്താണ് കൂടുതൽ? അത് ഏകദേശം ഒരു വർഷത്തോളമായി അവർ നിയമിതയായിട്ട്. ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ നേരത്തെ ജെറുസലേമിൽ അവരുടെ ഡിപ്ലോമാറ്റിക് ദൗത്യം വഹിച്ചിട്ടുണ്ട്. അവിടെ കോൺസുലേറ്റ് ജനറലായിരുന്നു ജെറുസലേമിൽ. പിന്നെ കറാച്ചിയിൽ പാകിസ്ഥാൻ എംബസിയിൽ, ബ്രിട്ടീഷ് എംബസിയിൽ അവിടെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറായിരുന്നു. അതിനുശേഷം അവർ കോമൺവെൽത്ത് കൺട്രീസിലെ വികസന കാര്യങ്ങൾക്കുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു വരികയാണ്. കിങ് ചാൾസ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിന് രോഗഗ്രസ്തനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവർ നിയമിതയാകുന്നത്. അപ്പോൾ അവർ വളരെ സ്മാർട്ടായൊരു ഓഫീസറായിട്ടാണ് വിദേശകാര്യ വകുപ്പിൽ കരുതുന്നത്. അവർ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് തളങ്കരയിൽ അവരുടെ പുതിയപുരയിൽ ഷംസുദ്ദീൻ്റെയും ഷഹനാസിൻ്റെയും മകളാണ്. ഇവർ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സും എൻജിനീയറിങ്ങും ചേർന്നൊരു കോമ്പിനേഷൻ പാസ്സായി. എന്നിട്ട് അവിടുന്ന് വിദേശകാര്യ വകുപ്പിൽ, ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥയായി വന്നതാണ്. അപ്പോൾ അവരുടെ സാമർഥ്യവും പരിചയസമ്പന്നതയും അവരുടെ എഫിഷ്യൻസിയൊക്കെ കണക്കിലെടുത്ത് അവർക്ക് പെട്ടെന്ന് വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗക്കയറ്റമൊക്കെ കിട്ടി. ഇപ്പോൾ അവർ രാജാവിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ മുന ഷംസുദ്ദീൻ എന്നാണ് അവരുടെ പേര്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഒരു മലയാളി സാന്നിധ്യം എന്ന നിലയിലാണിത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇവർക്ക് അവിടെ രാജാവിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. കാരണം രാജാവിൻ്റെ വിദേശ സഞ്ചാരം എല്ലാം പ്ലാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്. ചാർട്ട് ചെയ്യുന്നത് എന്ന് എങ്ങനെ എന്നൊക്കെ ഉള്ളത് കൂടെ അവർ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യാറുണ്ട്. മിക്കവാറും അവരും കൂടെ സഞ്ചരിക്കും. കഴിഞ്ഞ വർഷം അവസാനം ചാൾസും ഭാര്യയും ബാംഗ്ലൂരിൽ ചികിത്സാർത്ഥം രഹസ്യമായി വന്നു. അതാണ് ഒഫീഷ്യൽ സന്ദർശനമായിരുന്നു. ആ കൂട്ടത്തിൽ ഇന്ത്യക്കാരിയായതുകൊണ്ട് ഇവരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അപ്പം ഇപ്പോൾ ചാൾസിന് വേണ്ടുന്ന സ്വകാര്യവും ഔദ്യോഗികമായ എല്ലാ കൃത്യങ്ങളിലും ഇവർ ഒരു നിത്യസഹായിയെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് മുന ഷംസുദ്ദീൻ. ചെറുപ്പമാണ്, അവർ നല്ല സ്മാർട്ടായ ഒരു ഓഫീസറാണ്. സ്വാഭാവികമായിട്ടും ചാൾസ് രാജകുമാരൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മലയാളി എത്തുക എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. മുമ്പ് അങ്ങനെ ഒരു എലിസബത്ത് രാജ്ഞി ഉണ്ടായിരുന്നപ്പോൾ ചാൾസിൻ്റെ അമ്മ അവർ ദീർഘകാലം വളരെ ദീർഘമായ ഒരു ക്രൗൺ വഹിച്ച ഒരു ഭരണാധികാരിയാണ് അവർ. അപ്പം അന്നൊന്നും ഇതുപോലൊരു മലയാളി സാന്നിധ്യം അവിടെ കണ്ടിട്ടില്ല. പിന്നെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പല തരം ചരപ്പണികളൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റി ബ്രിട്ടീഷ് പത്രങ്ങളിലൊക്കെ വളരെ രസകരമായ ഫലിതങ്ങളും പ്രചരിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ആഘോഷിക്കുന്നതിൽ ബ്രിട്ടീഷ് പത്രങ്ങൾ, പ്രത്യേകിച്ച് സൺ, ഡെയിലി മിറർ തുടങ്ങിയ പത്രങ്ങൾ മത്സരിക്കാറുണ്ട്. അപ്പം അവിടുത്തെ ബ്രിട്ടീഷ് ഓഡിയൻസിന്, റീഡേഴ്സിനും എപ്പോഴും ഈ കൊട്ടാര രഹസ്യങ്ങൾ വായിച്ച് രസിക്കുക. അങ്ങനെയാണ് ഈ ഡയാനയുടെ കഥയൊക്കെ ഒരുപാട് പപ്പരാസി ഇഷ്യൂക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിനും മാധ്യമങ്ങൾ മത്സരിക്കാറുണ്ട്. ഇത് പക്ഷേ ഇതൊരു പോസിറ്റീവ് സ്റ്റോറിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഒരു മലയാളി ഓഫീസറുടെ സഹായം, അതൊരു ലേഡി ഓഫീസറാണ് മുന ഷംസുദ്ദീൻ. ചിലപ്പം മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ എത്രയോ കാലം ഇന്ത്യ അടക്കി ഭരിച്ചതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ കേരളക്കാരും ഒക്കെ ഉൾപ്പെട്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അന്ന് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് അല്ലെങ്കിൽ പേടിയൊക്കെ ആയിരുന്നു. ഇന്ന് അതേ ബ്രിട്ടീഷുകാർ നമ്മുടെ തന്നെ ഒരാളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ സ്വീകരിക്കുന്നു, ബഹുമാനിക്കുന്നു ഒക്കെ പറയുമ്പോൾ ഈ തളങ്കരക്കാർക്ക് മാത്രമല്ലോ, മലയാളികൾക്ക് ഒന്നാകെ അഭിമാനമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ പൊതുവെ അവിടെ ഇന്ത്യക്കാർക്ക് അവിടെ പല മേഖലകളിലും ഉന്നത സ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച്
ഈ സാങ്കേതിക മേഖലയിൽ പിന്നെ അതുപോലെ വിമാന കമ്പനികളിൽ ഹീത്രൂ വിമാനത്താവളത്തിലെ കൺട്രോളിംഗ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് മലയാളികളുണ്ട്. IT രംഗത്തുള്ള ഇന്ത്യക്കാരുടെ കഴിവ് അവിടെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എല്ലാ മണ്ഡലത്തിലും. ഇപ്പം പിന്നെ എനിക്ക് നേരിട്ടറിയാം ഒരു മലയാളി അവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൻ്റെ ഡ്രൈവറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയും പത്രപ്രവർത്തകനും കൂടിയായിരുന്നു, മണമ്പൂർ സുരേഷ്. അദ്ദേഹം ഒരു ട്രെയിൻ ഡ്രൈവറായിട്ട് വളരെ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അവിടുത്തെ ട്യൂബ് ട്രെയിൻ ഓടിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം പോലും വിടാതെ അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിക്കാൻ ഒരു ഔത്സുക്യം കെട്ടാനുണ്ട്. അദ്ദേഹം മടുത്ത് ഈ അടുത്താണ് നിർത്തിയതെന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും ആരോഗ്യരംഗത്തെ കാര്യം പറയാതിരിക്കണം എന്താ കാര്യമില്ലല്ലോ. അവിടെ നഴ്സുമാർ മാത്രമല്ല, ഡോക്ടർമാരും ഗവേഷകരും അധ്യാപകരും സാങ്കേതിക വിദഗ്ധരും എൻജിനീയേഴ്സും പിന്നെ ടാറ്റ സ്റ്റീല് പിന്നെ ജാഗ്വാറൊക്കെ വാങ്ങിയപ്പോൾ അതിലൊക്കെ ധാരാളം ഇന്ത്യൻസ് അവരുടെ എക്സ്പെർട്ടൈസ് പ്രകടിപ്പിക്കാവുന്ന ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയത്തിൽ അനേകം പേരുണ്ട്. പലയിടത്തും മേയർമാരായിട്ടൊക്കെ മലയാളികൾ ഉണ്ട്. നേരത്തെ ക്രോയ്ഡോൺ മേയർ ഒരു തിരുവനന്തപുരത്ത് ചെമ്പഴത്തിക്കാരിയായ ഒരു ലേഡിയായിരുന്നു. പിന്നെ ഓമന ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മേയർ ഉണ്ടായിരുന്നു, അത് ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ അതുവരെ അവിടെ രാഷ്ട്രീയ മണ്ഡലത്തിലും മലയാളി സാന്നിധ്യമുണ്ട്. ഔദ്യോഗിക മണ്ഡലത്തിൽ ഒരുപക്ഷെ മുന ഷംസുദ്ദീൻ എന്നെപ്പോലെ ശ്രദ്ധേയമായ ആളുകളും വന്നിരുന്നു എന്നതാണ് ഇതിനകത്ത് രസകരമായൊരു കാര്യം. സാർ, ഇപ്പോൾ ഈ ബക്കിംഗ്ഹാം കൊട്ടാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ നുഴഞ്ഞു കയറിയിട്ട് അവിടുന്ന് ചെറിയ ചെറിയ രഹസ്യങ്ങൾ പുറത്തു വന്നു പത്രങ്ങൾ അത് ആഘോഷിക്കുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടുകാർ അവിടെ ചെല്ലുന്നു. പക്ഷേ അവൾ വളരെ വിശ്വാസ്യത ആർജിക്കുന്നുണ്ട്. അവർ വലിയ ഉയർന്ന ഉദ്യോഗമൊക്കെ വഹിച്ചതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കഴിയുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കാര്യമല്ലേ? സിനുജി ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൽ അതുണ്ടായിരുന്നു, അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ എഫിഷ്യൻസി, രണ്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗത്തിലുള്ള പിന്നെ കഴിവ്. അത് ഈ 200 വർഷത്തോളം ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഈസിയായിട്ട് മനസ്സിലാകുന്ന ഒരു ഇംഗ്ലീഷ് ഉപയോഗശൈലി ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നവർക്കുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, അത് ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് ഉച്ചാരണ രീതിയും ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യവും അവർക്ക് പെട്ടെന്ന് അമേരിക്കക്കാരേക്കാൾ ബെറ്ററായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാന കാര്യം, കമ്മ്യൂണിക്കേഷൻ. അത് ഒരു മുഖ്യമായൊരു കാര്യം അതാണ്. പിന്നെ രണ്ട്, അവർ അക്ഷീണം പ്രയത്നിക്കും. അവർക്ക് ഈ അവിടെ ചെല്ലുമ്പോൾ ഈ ട്രേഡ് യൂണിയനിസം ഒന്നുമില്ല മലയാളിക്ക്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ബ്രിട്ടീഷ് നേറ്റീവ്സിനേക്കാളും ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് വർക്ക്, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, പിന്നെ സത്യസന്ധത. ബ്രിട്ടീഷുകാർക്ക് ഈ മാന്യമായ പെരുമാറ്റം അവർ വളരെ ശ്രദ്ധേയമാണ്. ഒരാളുടെ ക്യാരക്ടർ അതിൽ അവർ മറ്റ് ഇതര ഏഷ്യൻസിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്കാർ. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഇന്ത്യക്കാർ പൊതുവേ ഈ അട്രോസിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല. തെരുവിൽ വഴക്കിടാനോ അടിയുണ്ടാക്കാനോ ഈ മദ്യശാലകളിൽ ചെന്ന് വെള്ളം ഉണ്ടാക്കാനോ ഒന്നും അതിലൊന്നും ഇന്ത്യക്കാരധികമില്ല. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചില വേറെ രാജ്യത്ത് നിന്നുള്ളവർ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഏഷ്യൻസിന് മൊത്തത്തിൽ അത് ഇന്ത്യക്കാരാണെന്ന് അപ്പോൾ ശ്രീലങ്കനായാലും പാകിസ്ഥാൻകാരായാലും അത് വെച്ചാൽ അവിടുത്തെ വെറും സാധാരണക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. പിന്നെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കളർ ഓഫ് സ്കിൻ ഏറെക്കുറെ സെയിമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുമെങ്കിലും പൊതുവിൽ ഇന്ത്യക്കാർ ശാന്തശീലരും കഠിനാധ്വാനികളും നല്ല എഫിഷ്യൻസി ഓഫ് അവരുടെ ഔട്ട്പുട്ടുള്ളവരും ആണ്. പിന്നെ നല്ല വിദ്യാസമ്പന്നരാണ്. നഴ്സുമാരൊക്കെ, നമ്മുടെ നഴ്സുമാരുടെയൊക്കെ ഡെഡിക്കേഷൻ വേറെ ഒരു രാജ്യത്തെ നഴ്സുമാരിൽ നിന്ന് അത്രയും ഡെഡിക്കേറ്റീവ് സർവീസ് UK കിട്ടുന്നില്ല. പിന്നെ ഡോക്ടർമാർ, നല്ല ഡോക്ടർമാർ, അവരെയൊക്കെ അവിടുത്തെ റിട്ടയർമെൻറ്റ് പ്രായം 65 എന്നാലും അവർ തുടർന്ന് ജോലിക്ക് അവരെ അനുവദിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ വർക്ക് എഫിഷ്യൻസി ആ നാട്ടിന് വേണം എന്നതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് നന്നായി അഭിമാനിക്കാം അല്ലേ?
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.